റസൂലുള്ള പറയുന്നു, സ്വഹാബാ, ഏതെങ്കിലും ഒരു മനുഷ്യന് പ്രവാചകന്റെ സുന്നത്ത് തന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അള്ളാഹു അവന് കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നീ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരു മഖ്ലൂക്കിനെയും ഭയപ്പെടണ്ട. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹു നിന്നെ കുറിച്ചുള്ള പേടി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്നെക്കാളും പണമുള്ളവനാകട്ടെ, പവറുള്ളവനാകട്ടെ, അധികാരമുള്ളവനാകട്ടെ, ആരോഗ്യമുള്ളവനാകട്ടെ, ആൾബലമുള്ളവനാകട്ടെ, ആരുമാകട്ടെ, നീ ഭയപ്പെടണ്ട. അവന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഭയം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി ഇസ്ലാമിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാ. എല്ലാവരും ഇസ്ലാമിനെതിരെ തിരിയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, പലതും പറഞ്ഞുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്താൻ നോക്കുകയാ. ഏക സിവിൽ കോഡ് പറഞ്ഞു, ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ മുകളിൽ കൈവച്ചു. പടച്ചവനെ, ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ ഭയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവര്, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നവര്? നമ്മൾ ആരെയാണ് ഭയപ്പെടേണ്ടത്? പാങ്കമിക്കാമത്തും ജനിച്ചപ്പോഴേ ചെവിയിൽ വിളിച്ചിരിക്കുകയാണ്. ഇനി വരാ കുളിപ്പിച്ച പള്ളിയിലേക്ക് കൊണ്ട് കിടത്തുന്ന സമയമേ ഉള്ളൂ. ഈ സമയം ഇവിടെ ജീവിക്കുന്ന നമ്മൾ ആരെ ഭയപ്പെടാരാ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പ്രവാചകന്റെ ജീവിതം മുറുകെ പിടിച്ച, താടി വളർത്തിയ തീവ്രവാദി എന്ന് വിളിക്കും, ഭീകരവാദി എന്ന് വിളിക്കും, കാണുന്നവിടെ മുഴുവൻ നിന്നെ കളിയാക്കും, നിന്നെ പഴഞ്ചൻ എന്ന് വിളിക്കും. ആര് വിളിച്ചാലും നിനക്കെന്താ പൊന്നുമോര്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയ അള്ളാഹു അവന് ധൈര്യം കൊടുക്കുകയാണ്. ആരുടെ മുന്നിലും ഉള്ളത് പറയാറുള്ള ചങ്കൂറ്റം അവന് കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനാ, വല്ലാത്ത പ്രവാചക സ്നേഹിയോ, റസൂലുള്ളാഹിന്റെ ജീവിതം തന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ചെറുപ്പക്കാരനാ. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ അതാ ഹജ്ജാജ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഹജ്ജാജ് പറഞ്ഞു, ഇവന്റെ തല എനിക്കെടുക്കണം, ഇവനെ കൊല്ലാൻ എനിക്ക് അവസരം വേണം. ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി ഉണ്ടല്ലോ, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ അതാ അവിടുന്ന് കൈകാലുകൾ കെട്ടിയിട്ട് കൊല്ലുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാ. അല്ലാഹുവേ, തന്റെ ഉറയിൽ നിന്ന് വാള് വലിച്ചൂരിയിട്ട് ഹജ്ജാജ് കൊല്ലുന്നതിന് വേണ്ടി, കഴുത്ത് വെട്ടുന്നതിന് വേണ്ടി അവിടുന്ന് വാളങ്ങുയർത്തുമ്പോ ഹജ്ജാജിന്റെ മുഖത്ത് നോക്കിയിട്ട് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു ചിരിക്കുകയാ. വെട്ടിക്കൊല്ലാൻ വാളുയർത്തിയവന്റെ മുഖത്ത് നോക്കിയിട്ട് അവിടുന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് ഖിബ്ലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, വജ്ഹത്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ്. അവിടുന്ന് പറയുന്നു, ഹജ്ജാജ്, എന്റെ ജീവൻ അല്ലാഹുവിനുള്ളതാ. ഖിബ്ലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചിട്ട് അവിടെന്ന് പറയുമ്പോ ഹജ്ജാജ് പറഞ്ഞു, ഖിബ്ലയുടെ നേരെ കിടന്ന് ചാകണ്ടടോ എന്ന് പറഞ്ഞിട്ട് തലപിടിച്ച് തിരിച്ചിടുകയാണ്. അവിടത്തെ തല പിടിച്ചിട്ട് തിരിച്ചിട്ടിട്ട് തലപെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ അപ്പോഴും ചോദിക്കുന്നു, ഹജ്ജാജേ, തല തിരിച്ചിടുകയാണോടാ? എടാ, വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറിന്റെയും അധിപൻ അല്ലാഹുവാ, എങ്ങോട്ടിട്ട് വെട്ടിയാലും എനിക്കൊന്നുമില്ലടോ. ഹജ്ജാജിന് വല്ലാത്ത ദേഷ്യം വന്നു. തല പിടിച്ചിട്ട് മണ്ണിനകത്തേക്ക് താഴ്ത്തി വെക്കുകയാണ്. എന്നിട്ട് പിരടിയിൽ വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ അപ്പോഴും വിളിക്കുന്നു, ഹജ്ജാജ്, മണ്ണിൽ എന്നെ താഴ്ത്തി വെക്കുകയാണോ? എടാ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തറതൻ നുഖ്റാ. അല്ലാഹു മണ്ണിൽ നിന്നാ എന്നെ സൃഷ്ടിച്ചത്, ആ മണ്ണിലേക്ക് തന്നെയാ അല്ല എന്നെ മടക്കുന്നത്. ഹജ്ജാജിന്റെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയുമ്പോ ഹജ്ജാജിന് ദേഷ്യം വരികയാണ്. അവിടുന്ന് തലപിടിച്ച് തിരിച്ചിടുകയാണ്. എന്നിട്ട് അതാ തന്റെ കഴുത്തിൽ വെട്ടുന്നതിന് വേണ്ടി വാളങ്ങുയർത്തുമ്പോ അപ്പോഴും കിടന്നു ചിരിക്കുന്നു ഹജ്ജാജ്. ഫൈനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്
പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വെട്ടിക്കൊല്ലുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് ധൈര്യത്തോടെ പറയാറുള്ള ചങ്കൂറ്റമുണ്ടല്ലോ, എവിടെ നിന്നാ കിട്ടിയത്? അല്ലാഹുവിന്റെ പ്രവാചകനാ പറഞ്ഞത്, അൽ മഹബ്ബത്തു ഫീ ഖുലൂബിൽ ഫജറാ. മോനെ പേടിയാടോ ഈ കൈപൊക്കിയവര്. അല്ലാഹുവിന്റെ ഈ ദുനിയാവിൽ നീ അല്ലാഹനെ അല്ലാതെ ഒരാളെയും ഭയപ്പെടണ്ട. പടച്ച റബ്ബേ, പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു